നമ്മൾ ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്താണോ ആവശ്യം അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം, അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് പ്രോഗ്രാംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു വൺ മാൻ ഷോ പോലെ നടത്താൻ നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് നമ്മൾ ബേൺ ഔട്ട് ആവും. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഇമെയിൽ റൈറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്താണ് ഒരു മാനേജറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഓർ ഹൗ വിൽ മൈ കരിയർ പാത്ത് ലുക്ക് ലൈക്ക്, ഇതൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ കിട്ടുന്ന ജോലിക്ക് നമ്മൾ കയറുന്നത്. നമ്മളൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രോ ചെയ്യാം, ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാം, സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യാം, അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. രണ്ട് തരം ജോലിക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് 10 കാശ് സമ്പാദിക്കുന്നവർ. 2, 10 പേർക്ക് ജോലി കൊടുത്ത് അവരിൽ നിന്നും സമ്പാദ്യം ഉണ്ടാക്കുന്ന ആൾ. ഇതിപ്പോൾ രണ്ടിലും സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടണം, ഒരു എക്സ്ട്രാ പുഷ് നമുക്ക് വേണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ. ഉഡാൻ എന്ന പ്രൊഫഷണൽ കോർപ്പറേറ്റ് ട്രെയിനിങ് കമ്പനിയാണ് അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ഐന. വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. താങ്ക് യു മഞ്ജു. ഓക്കെ, നമുക്ക് നമ്മുടെ ടാഗ് ലൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. റീബൂട്ട് യുവർ സെൽഫ്, അല്ലേ? അതെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് യുവർ മോട്ടോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെഷീൻസ് ഇപ്പോൾ ഒരുപാട് നാൾ പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു മെയിൻ്റനൻസ് ഒക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ അവരൊരു റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ഒരു റീചാർജ് ചെയ്യേണ്ടി വരും, ഒരു കീ കൊടുത്ത് റീചാർജ് ചെയ്യേണ്ടി വരും. മനുഷ്യരുടെ കാര്യത്തിലും അത് വളരെ സത്യമാണ്. പ്രൊഫഷണൽ ആണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒക്കെ നമുക്കൊരു പരിധി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റീചാർജ് ആവശ്യമാണ്, ഒരു റീബൂട്ട് ആവശ്യമാണ്, ഒരു പുഷ് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ നിൽക്കുന്ന അടുത്തുനിന്ന് ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ റീബൂട്ട് യുവർ സെൽഫ് എന്നുള്ളൊരു ടാഗ് ലൈൻ വന്നത്. സോ ഉഡാനിലേക്ക് നമ്മൾ വരുമ്പോൾ യു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്നുള്ളതാണ്. ബെറ്റർ പ്രൊഫഷണൽ. അത് ഓർഗനൈസേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഓർഗനൈസേഷൻസിൽ പല ആൾക്കാരും പല എംപ്ലോയീസ് വരും, ദേ വിൽ ജോയിൻ. പിന്നെ അവർ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പം എപ്പോഴും നമ്മളൊരു ടീം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടീം ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അപ്പോൾ ആ ഒരു പുതിയ വരുന്ന ആൾക്കാരും പഴയ പോകുന്ന ആൾക്കാർക്ക് പുതിയൊരു റെജുവിനേഷൻ ആവശ്യമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ട്രെയിനിങ് കൂടെ ആവാം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൂടെ ആവാം, ഇഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനാവാം. അതുപോലെ തന്നെ ഇപ്പം ഒരു ഓർഗനൈസേഷൻ ഒരു 10 പേരിൽ നിന്നും ഒരു 100 പേര് അല്ലെങ്കിൽ 500 പേര് ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യും. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പോൾ അപ്പോഴും നമുക്ക് ഈ ഒരു റീബൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരാം. അതാണ് ഒരു ഓർഗനൈസേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫഷണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കരിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ടായിരിക്കും കയറുന്നത്. പല ആൾക്കാരും പിന്നെ പറയും ഐ ഡോണ്ട് എൻജോയ് വാട്ട് ഐ എം ഡൂയിങ് എനി മോർ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അവിടെയാണ് ഒരു റീബൂട്ട് ആവശ്യമുള്ളത്. വെർ യു ആർ ഗോയിങ് ബാക്ക് ടു യുവർ വാല്യൂസ്, നമ്മളുടെ പ്രയോറിറ്റീസ് ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രെങ്ത്സ് മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ ഒരു കരിയറിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ, സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫോർ ഒരു പ്രൊഫഷണൽ എന്നുള്ളത്. അതായത് you guys give training both to the employer and the employees അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ വേറൊരു ജോൺ എന്ന് പറയുന്നത് ഓൺട്രപ്രന്യേഴ്സ് ആണ്. ഇപ്പം ഫോർ മീ ഓൾസോ, ബിക്കോസ് ഐ എം ഓൾസോ എൻ ഓൺട്രപ്രന്യർ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ആർ അലോൺ. പക്ഷേ ആസ് ദി ഓർഗനൈസേഷൻ ഗ്രോസ് അതിൽ ഒരുപാട് ആൾക്കാർ ആഡ് ചെയ്യും, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്യും. ആൻഡ് ദെൻ ഒരു ഓൺട്രപ്രന്യർ വന്ന് സ്റ്റക്ക് ആവും. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം ഉള്ളത് അറിയാൻ പറ്റാതെ. അപ്പോൾ നമുക്ക് എങ്ങനെ ടീംസിനെ മാനേജ് ചെയ്യണം, നമ്മളുടെ ഒരു വിഷനെ എങ്ങനെ നമ്മളുടെ എംപ്ലോയീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ കൺഫ്യൂഷൻ വരും. അപ്പോഴും നമുക്കൊരു സ്കിൽസ് ലെവലിൽ ഒരു ഓൺട്രപ്രന്യർ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരും. സോ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ് നമുക്കൊരു അപ്ഗ്രേഡ് എന്ന രീതിയിലാണ് നമ്മൾ ഉഡാൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോൾ ഉഡാൻ്റെ ഒരു സർവീസസ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാണ്. ഒന്ന് ബ്രീഫായിട്ട് പറയാം, വളരെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാം? ലിസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, അപ്പോൾ കരിയറിൽ നമുക്ക് ഗ്രോ ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു കരിയർ ഡിസ്കവറി പോലെ ചെയ്യാം. അപ്പോൾ കരിയർ ഡിസ്കവറിയിൽ നമുക്ക് എന്താണ് ശരിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ സ്ട്രെങ്സ് എന്തൊക്കെയാണ്, വാട്ട് ഡു യു എൻജോയ് ദ മോസ്റ്റ്, അങ്ങനെയുള്ളൊരു കരിയർ ഇവാലുവേഷൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട കരിയറിലേക്ക് നമുക്ക് പോകാനുള്ളൊരു ഗൈഡൻസ് പോലെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അത് മാത്രമല്ല, ഈവൻ ടെക്നിക്കലി നമുക്കൊരു റെസ്യൂമെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം, നമുക്കൊരു ഇൻ്റർവ്യൂ ഏസ് ചെയ്യണം,
നമ്മുടെ സാലറി നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ടു ഫൈൻഡ് യുവർ ഡ്രീം ജോബ് ഇൻ ടേംസ് ഓഫ് യുവർ പാഷൻ ആൻഡ് യുവർ പർപ്പസ്, അതാണ് നമ്മൾ ഉഡാനിൽ. അപ്പോൾ ഫ്രഷേഴ്സിനും ഹെൽപ്ഫുൾ ആണ്. യെസ്, ഫ്രഷ് ഡെഫിനറ്റ്ലി ഒരു നമ്മളൊരു കരിയറിലേക്ക് പോകുന്ന ഒരു എംപ്ലോയിക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. ഈവൻ മോർ ഹെൽപ്ഫുൾ ഫോർ ഒരു മിഡ് ലൈഫ് കരിയറിൽ ക്രൈസിസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മിഡ് ലൈഫിലുള്ള ആൾക്കാർക്ക് അവിടെയാണ് അവർ ദേ ആർ ഓൾറെഡി ഡൺ സംതിങ് ആൻഡ് ദേ ആർ പിന്നെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴാണ് കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആവുക. മനസ്സിലായി. എംപ്ലോയേഴ്സിന്റെ കേസിൽ നമുക്കിപ്പം ഓർഗനൈസേഷൻസ് എപ്പോഴും കൂടുതലും ഇപ്പം നമ്മൾ ഭയങ്കര കോർപ്പറേറ്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ട്രെയിനിങ്സ് കൊടുക്കും, അതുപോലെ ഒരുപാട് കോച്ചിങ് കൊടുക്കും, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്താണോ ആവശ്യം അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം, അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് പ്രോഗ്രാംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്സ് ആവാം, അല്ലെങ്കിൽ ഒരു നല്ല ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു എംപ്ലോയിനെ ഡെവലപ്പ് ചെയ്ത് ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രെയിനിങ്സ് ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്സ് ആവാം, ബിസിനസ് അതായത് ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ എറ്റിക്കറ്റ്, എങ്ങനെ ഒരു കോർപ്പറേറ്റിൽ പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ്സ് ആവാം. അതിൻ്റെ ബേസിക്സ് മുതൽ ഒരു അഡ്വാൻസ് ലെവലിൽ വരെയുള്ള ട്രെയിനിങ്സ് ആണ്. പക്ഷെ അത് ഓരോ വേർട്ടിക്കലിലും ഓരോ ഓർഗനൈസേഷനിലും കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നൈസ്. ഓക്കെ, ഇനി അയമയുടെ ഒരു സ്റ്റോറി പറയും, അതായത് ഉഡാൻ്റെ സ്റ്റോറി. ഓഫ് കോഴ്സ് ഉഡാൻ ഉണ്ടായ ഒരു സ്റ്റോറി ഉണ്ടാവല്ലോ, ഫ്രം എ കോർപ്പറേറ്റ് എംപ്ലോയി ടു എ കോർപ്പറേറ്റ് ട്രെയിനർ. ആ ഒരു ജേർണി പറയും. ഓക്കെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ജേണിയാണ്. ബിക്കോസ് ഞാൻ ആക്ച്വലി നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഡിഗ്രി എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാനൊരു 3 years വർക്ക് ചെയ്തു. നമ്മൾ IT-യിലാണ് തുടങ്ങിയത്. അപ്പോൾ IT-യിൽ നമ്മൾ ഒരു 3 years വർക്ക് ചെയ്തു ഞാൻ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ഇതില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, അതിൽ എന്തിനാണ് ചെയ്യേണ്ടത്, ഇത് തന്നെ അത് എല്ലാവർക്കും വരുന്നത് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഹയർ സ്റ്റഡീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലാരിറ്റി വരുമായിരിക്കും. അപ്പോൾ ഒരു MBA ചെയ്തു, എന്നിട്ടും ക്ലാരിറ്റി വന്നില്ല. പിന്നെയും ഞാൻ വർക്ക് ചെയ്തു ഒരു 2 കൊല്ലം. അഗെയിൻ ഒരു വലിയൊരു MNC-യിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഒരു സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് റോൾസിലാണ് വർക്ക് ചെയ്തത്. പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് നാൾ പുറത്ത് വർക്ക് ചെയ്തു, ദുബായിൽ വർക്ക് ചെയ്തു, ഇതുപോലെ ലക്സംബർഗിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ കുറേയൊക്കെ നമ്മളൊരു പ്രൊഫഷണൽ എന്ന രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർ ഗ്രോ ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾക്കാർ അവരുടെ ഒരു ട്രൂ കോളിംഗ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ഒരു കുറച്ചും കൂടി ഒരു എക്സ്പോഷർ വന്നു. പിന്നെ കോച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഒരു ഭയങ്കര ആക്സിഡൻ്റലി വന്നതാണ്. സോ ഐ സ്റ്റാർട്ടഡ് ഡിസ്കവറിങ് വാട്ട് ഇസ് കോച്ചിങ് അങ്ങനെ. അപ്പോൾ ഞാൻ ആ ടൈമിൽ ദുബായിലായിരുന്നു. അപ്പോൾ ഞാനൊരു കോച്ചിങ്, ഒരു ഇൻ്റർനാഷണൽ കോച്ച് ഫെഡറേഷൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തു. അതിനൊരു PCC കോച്ചായി. പിന്നെ ഒരു NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ലൈഫിൽ, എൻ്റെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നു, കുറച്ചും കൂടെ പ്രയോറിറ്റീസ് ക്ലിയറായി, ഫോക്കസ് വന്നു. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ഇത് ഇൻഡിവിജ്വൽസിന് ചെയ്യാം. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽസിന് 1-on-1 ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു 6 years ആയിട്ട്. പിന്നെയാണിപ്പോൾ ഉഡാൻ തോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഇത് ഇഫക്റ്റീവ് ആണ് ആൻഡ് പീപ്പിൾ ആർ ഫൈൻഡിങ് ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൻ്റെ പുറത്താണ് ഉഡാൻ എന്നുള്ളൊരു ബ്രാൻഡ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ ഇയർ. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ ഇയർ. ഓക്കെ, 1 വർഷം ആവാൻ പോകുമ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നേരത്തെ അതിന് തന്നെ പറഞ്ഞു, ഈ ഓൺടർപ്രണേഴ്സിന് ദേ വിൽ ഹാവ് കുറേ ട്രബിൾസ്. അതിൽ ദർ ഇസ് സംതിങ് കോൾഡ് സ്റ്റാർട്ടിങ് ട്രബിൾ. സ്റ്റാർട്ടിങ്ങിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു അത്? സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഭയങ്കര ഒപ്റ്റമിസ്റ്റിക് ആയിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം വിജയിക്കും. നമ്മൾ ഭയങ്കര ഓൺട്രപ്രീനേഴ്സ് ആർ ഓൾവേസ് വെരി ഒപ്റ്റമിസ്റ്റിക്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതായത് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കറക്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് ആൾക്കാരെ അപ്രീഷിയേറ്റ്, ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എന്നെല്ലാം നമ്മൾ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാൾ അത് ഓടിക്കഴിയുമ്പോൾ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ, മേ ബി പീപ്പിൾ ആർ നോട്ട് അപ്രീഷിയേറ്റ്, അതായത് കറക്റ്റ് മാർക്കറ്റിലേക്കല്ല. അപ്പോൾ എപ്പോഴും ഒരു മിസ്റ്റേക്ക് വരുന്നത് നമ്മൾക്ക് സെല്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ സെല്ല് ചെയ്യുക, അവർക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങളായിരിക്കില്ല സെല്ല് ചെയ്യുക. അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയില്ല. ബിക്കോസ് നമ്മൾ യു ആർ ടു ഒപ്റ്റിമിസ്റ്റിക് ടു ബിലീവ് ദാറ്റ് ദേ വാണ്ട് സംതിങ് ഡിഫറെന്റ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ അതൊരു കുറച്ചൊരു ടോൺ ഡൗൺ ആവും വെൻ യു സീ ദ റിയാലിറ്റി. ബിക്കോസ് എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് യു സ്റ്റാർട്ട് ക്ലോക്കിംഗ് റെവന്യൂസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അയ്യോ ഇത് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ പെട്ടെന്ന് അത് റിയലൈസ് ചെയ്തത് പിവട്ട് ചെയ്ത്
അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രനറിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു എനിക്ക് തോന്നിയത് ചാലഞ്ച് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ വി ട്രൈ ടു ഡു എവറിത്തിങ് ഓൺ ആർ ഓൺ. നമ്മളൊരു വൺ മാൻ ഷോ പോലെ നടത്താൻ നോക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് നമ്മൾ ബേൺ ഔട്ട് ആവും. അപ്പോൾ നമുക്കൊരു ടയേർഡാവും, നമുക്കൊരു ലൈഫ്, ഒരു പേഴ്സണൽ കെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പതുക്കെ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മളൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രോ ചെയ്യാം, ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാം, സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യാം. അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, എത്ര ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏത് പേസിൽ പോകണം എന്നുള്ളത്. ബിക്കോസ് അതെല്ലാം നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നത് എംപ്ലോയീസ് ഇവിടെ പൊതുവേ കുറച്ചൊരു ഹാപ്പി അല്ല. അതിൻ്റെ കാരണം കുറച്ചും കൂടി സ്ട്രെസ്ഡ് ഔട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നാൾ അബ്രോഡ് വർക്ക് ചെയ്ത് കാരണം അവർ കുറച്ചും കൂടിയും അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആണെന്ന് വേണമെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആണ്. അതെന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിൻ്റെയും ലൈഫിൻ്റെയും ബൗണ്ടറീസ് വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. എവറിബഡി റെസ്പെക്ട്സ് യുവർ ടൈം ആൻഡ് യുവർ കമ്മിറ്റ്മെൻറ്റ്. അപ്പം നമ്മളൊരു വെക്കേഷന് പോവാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഇല്ല അങ്ങനത്തെ ഒരു. അതുപോലെ നമ്മളിപ്പോൾ ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ ഔട്ട്, ലൈക്ക് യുവർ ടേക്കിംഗ് ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ അത് റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കുറച്ചും കൂടിയും ഒരു വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇവിടെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്ട്രെസ്ഡ് ഔട്ട് ആണെന്ന് പറയും. പക്ഷേ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വിചാരിക്കും അത് വർക്ക് കൂടുതലായതുകൊണ്ടാണ് സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടല്ല. മോസ്റ്റ്ലി എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് വരുന്നതുകൊണ്ടാണ്. നമ്മൾ ആൾക്കാരായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, അതായത് ഡിസഗ്രിമെൻറ്റ്സ് വരും. അതുപോലെ ഒരാളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അല്ലെങ്കിൽ ഒരു മാനേജറിനോട് സംസാരിക്കുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ശരിയാവില്ല, ക്രിറ്റിസിസം വരും, അപ്രിസിയേഷൻ കിട്ടുന്നില്ല, റെസ്പെക്റ്റ് കിട്ടുന്നില്ല, വാല്യൂഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നതും. പിന്നെ ദേ ഫീൽ ദാറ്റ് ഓക്കെ ഐ എം നോട്ട് ഈ ഒരു ഓർഗനൈസേഷൻ ഞാൻ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഇതിൽ. സോ ഈവൻ ഇഫ് യു എൻജോയ് ദാറ്റ് ജോബ് യു ഫീൽ ലൈക്ക് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് റിയലൈസ് ആവും, പക്ഷെ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ ചിലപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യില്ല, നമ്മളത് സംസാരിക്കില്ല. അപ്പോൾ യു അൺഫോർച്ചുനേറ്റ്ലി വി ലിവ് ഇൻ എ വേൾഡ് വെർ യു വിൽ ഓൺലി ഗെറ്റ് വാട്ട് യു ആസ്ക് ഫോർ. അതെ, അപ്പോൾ കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുകയാണ്, നമ്മളെല്ലാം ചെയ്തു പക്ഷെ പ്രൊമോഷൻ വരുന്നില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ലിവ് ഇൻ എ വേൾഡ് വെർ യു ഹാവ് ടു മേക്ക് യുവർ പ്രൊമോഷൻ കേസ് ആൻഡ് വി ഹാവ് ടു അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാക്കി വൈ ഐ എം എലിജിബിൾ എന്നുള്ളത് കൺവിൻസ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അത്രയും ഒരു ഡൈനമിക് ആയിട്ടുള്ളൊരു വേൾഡാണിത്. അപ്പോൾ അത് ആൾക്കാർ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് മിസ്മാച്ച് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ദേ സ്റ്റാർട്ട് ലുക്കിംഗ് ഔട്ട് ഫോർ അതർ ഓപ്പർച്യൂണിറ്റീസ് ഓർ ജോബ്സ്. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് എന്നുള്ളത് തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ പുറത്തും ഇന്റർനാഷണൽ വർക്ക് കൾച്ചറും കൂടെ അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ. എന്തെങ്കിലും ഇപ്പൊ ഈ നമ്മൾ കേൾക്കാറില്ലേ, അവിടെ 4 days അല്ലെങ്കിൽ 5 days വർക്ക് ചെയ്താൽ മതി, ബാക്കി 2 days or 3 days ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന്. അത് നമ്മൾ ഇവിടെ ചിലപ്പോൾ സാറ്റർഡേ സൺഡേ പോലും ആളുകൾക്ക് ഓഫ് കിട്ടാറില്ല. അപ്പൊ അതുപോലെ അങ്ങനെ തോന്നിയിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? അത് ആക്ച്വലി കുറേയൊക്കെ കൾച്ചർ ഡിഫറൻസ് ആണ് മഞ്ജു. ബിക്കോസ് അവിടുത്തെ ഒരു കൾച്ചറിൽ നമ്മളിപ്പോൾ ഒരു വർക്കിന് പോകുന്നു, നമ്മളൊരു 9 AM നമ്മൾ ലോഗിൻ ചെയ്യുന്നു, ആൻഡ് പിന്നെ നമ്മളൊരു ഈവനിങ് 6 o'clock വരെ യു ആർ വർക്കിംഗ്. നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചറിൽ യു ടേക്ക് കോഫി ബ്രേക്സ്, നമ്മൾ സംസാരിക്കും, നമുക്ക് ലഞ്ച് ബ്രേക്സ് എടുക്കും. ബ്രേക്സ് മാത്രമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സംസാരിക്കും. ലൈക്ക് വർക്ക് ഇസ് ലൈക്ക് ഫാമിലി. അപ്പൊ ഫാമിലി ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ബോർഡർ ഇല്ല അവിടെ എന്ന് പറഞ്ഞാൽ അവർ പ്രൊഫഷണൽ, നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആണ്. അപ്പൊ അങ്ങനത്തെ യു ജസ്റ്റ് ഗെറ്റിംഗ് വർക്ക് ഡൺ. അപ്പം അതൊരു കാര്യമാണ്. അപ്പൊ അത് എത്രത്തോളം ഇവിടെ ടൈം ഫ്രെയിം എഫക്റ്റീവ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലേ, ആ ഒരു അതുകൊണ്ടാണ് അവർക്ക് പിന്നീട് വർക്ക് ചെയ്യേണ്ടാത്ത വരുന്നത്. നമ്മൾ ഈ കുറെ 12 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് പണി ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ പകുതി ടൈം ആയിരിക്കും. അപ്പോൾ ബാക്കി ടൈം നമ്മൾ ഈ ഉള്ള കോൺവെർസേഷൻസിൽ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് നടക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി യൂറോപ്യൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബൗണ്ടറീസ് ഡിഫൈൻ ആവുന്നില്ല എന്നുള്ളതാണ്.
ദാറ്റ് ഈസ് അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഐ തിങ്ക് ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ അതവിടെ ഭയങ്കര കൂടുതലാണ്. ഞാൻ പറയായിരുന്നു അപ്പോൾ ഒരു ആമസോണിൽ ലക്സംബർഗ് ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻജിനീയറിനും ലക്സംബർഗ് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറിൻ്റെയും സാലറി സെയിം ആണ്. അപ്പോൾ അത്രയും ഒരു പ്ലംബർ ഡ്രൈവർ ഇങ്ങനെയൊക്കെ ഉള്ള ജോബ്സിലുള്ള ആൾക്കാർക്കും ഈ ടെക്നിക്കൽ ഫീൽഡിലുള്ള എൻജിനീയേഴ്സിനും ഉള്ളൊരു സാലറി എന്ന് പറയുന്നത് സെയിം ആണ്. സോ പീപ്പിൾ ആർ ഫ്രീ ടു ചൂസ് എനി ജോബ് ദേ വാണ്ട് ആൻഡ് ഇറ്റ് ഈസ് വെൽ റെസ്പെക്റ്റഡ് ആൻഡ് അത് ഭയങ്കരമായിട്ട് വെൽ പെയ്ഡ് ഓൾസോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ നമ്മൾ ഒരു സർട്ടൻ ക്ലാസ് ഓഫ് ജോബ്സ് എടുത്താൽ മാത്രമേ നമുക്ക് റെസ്പെക്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതും എനിക്ക് അത് ഇവിടേക്ക് കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്. വേർ യു ഫീൽ ദാറ്റ് യു നോ ഇഫ് ഐ ലൈക്ക് ഡ്രൈവിംഗ് ഐ ഷുഡ് ബിക്കം എ ഡ്രൈവർ ആൻഡ് ഐ ഷുഡ് ഗെറ്റ് പെയ്ഡ് ഫോർ ദാറ്റ് എന്നുള്ളൊരിത്. വൈറ്റ് കോളർ ജോബുകൾ മാത്രം എൻകറേജ് ചെയ്താൽ പോരാന്ന്. ഓക്കെ, എംപ്ലോയേഴ്സിന്റെ കേസിലാണെങ്കിൽ വാട്ട് ആർ ദെയർ ചാലഞ്ചസ്? ഇപ്പോൾ ഒരു ഓൺട്രപ്രനർ ആണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഓൺട്രപ്രന്യേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വിഷൻ എന്നുള്ളത് തന്നെ എടുക്കുക. ഇപ്പം ആസ് എൻ ഓൺട്രപ്രനർ എനിക്കൊരു വിഷൻ ഉണ്ടാവും, പക്ഷേ എൻ്റെ എംപ്ലോയീസിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഒരു എംപ്ലോയി വരുമ്പോൾ അതൊരു ജോലിയായിട്ടായിരിക്കും ചെയ്യണം. ബിക്കോസ് ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ഓൺട്രപ്രനർ ഇറ്റ് ഇസ് മൈ ബേബി, ഇറ്റ്സ് മൈ ബേബി. അപ്പം നമ്മുടെ കുഞ്ഞിനെ മറ്റുള്ളവരും അതേപോലെ തന്നെ നോക്കണം എന്നില്ല. അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എംപ്ലോയീസിനെ എംപവർ ചെയ്ത് അവർക്ക് അതിൽ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം, ഒരു ഓണർഷിപ്പ് ആറ്റിറ്റ്യൂഡ് നമ്മൾ എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ദാറ്റ്സ് എ ലീഡർഷിപ്പ് സ്കിൽ. ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആസ് എൻ ഓൺട്രപ്രനർ യു നീഡ് ദ സ്കിൽ ടു ബിൽഡ് ടീംസ്, എംപവർ ടീംസ്. പിന്നെ അതായത് ടീം സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്യുക, നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഉള്ളത് വരുത്തുക. ആൻഡ് ഓൾസോ ആസ് എ ഓൺട്രപ്രന്യർ ഇത് നമ്മുടെ ബേബി ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു നമ്മളെല്ലാത്തിലും കയറും. അതാണ്. അപ്പോൾ അത് പിന്നെ മൈക്രോ മാനേജ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളുടെ ടൈം നമ്മൾ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. നമുക്ക് ചിലപ്പോൾ എല്ലായിടത്തും കയറി ഇടപെടാൻ തോന്നും, അപ്പം മൈക്രോ മാനേജ് ചെയ്യാൻ തോന്നും. അപ്പം ശരിക്കും നമ്മൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റണം, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം, അവരെ അത് ഏൽപ്പിക്കാൻ പറ്റണം. അതും ഒരു മൈൻഡ് സെറ്റാണ്. അതും നമ്മളൊരു ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഓൺട്രപ്രനേഴ്സും ഒരു കോസ് ഉണ്ട്. ദേ ആർ വർക്കിംഗ് ഫോർ എ കോസ്. ആ കോസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് മറ്റുള്ളവരെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു ഓൺട്രപ്രനർ ചെയ്യേണ്ടത്. സോ ഡു യു ബിലീവ് ഇൻ മൈ കോസ് ഓർ ഡസ് ദാറ്റ് ബിക്കം അവർ കോസ് എന്നുള്ളത് അതും ഒരു ഭയങ്കര ഒരു പെർസ്വേഷൻ അല്ലെങ്കിൽ കൺവിൻസിങ് സ്കില്ലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കിൽസൊക്കെയാണ് നമുക്ക് ഒരു ഓൺട്രപ്രനർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുക. കൂടുതലും വെൻ യു സ്കെയിലിംഗ് ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ നമ്മളൊരു 2-3 എംപ്ലോയീസ് വെച്ച് പോകുന്നത് ഇറ്റ്സ് സ്റ്റിൽ ഓക്കെ. പിന്നെ നമ്മളൊരു ടീം മാനേജ് ചെയ്ത് ആ ഒരു ടീംസ് 5 ടീമാവും 10 ടീമാവും, അപ്പോഴാണ് ഈ ഒരു കുറേ പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഞാനും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നമുക്കും കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നോട്ട് എവറി കമ്പനി ഡസ് ദാറ്റ്, എല്ലാവരും അത് ചെയ്യണമെന്നില്ല. അപ്പം വൈ ഷുഡ് യു ഡു ഇറ്റ്? അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ എന്തുകൊണ്ട് നല്ലതാണ്? അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അത് നമ്മൾ എന്ത് ട്രെയിനിങ് ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ചില ഓർഗനൈസേഷൻസിൽ ഇപ്പം അത് ഒരുപാട് ക്ലയൻറ്റ് ഫേസിങ് ആയിട്ടുള്ള കസ്റ്റമർ ഫേസിങ് ആയിട്ടുള്ള റോൾസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നു എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ആണ്. അപ്പം ആ എംപ്ലോയീസ് നന്നായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അത് ആ ഓർഗനൈസേഷന് തന്നെയാണ്, അതിൻ്റെ റെപ്യൂട്ടേഷനെയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് ഈ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാന്നുള്ളത് ആ ഓർഗനൈസേഷൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഈ ട്രെയിനിങ്സ് എഫക്റ്റീവ് ആവും. സോ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഫോർ എക്സാമ്പിൾ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പ്രൊഫഷണലിസം ആൻഡ് എറ്റിക്കറ്റ്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഫ്രഷർ ഒരു കരിയറിൽ ഒരു ജോബിലേക്ക് കയറുമ്പോൾ നമ്മൾ കോളേജസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും പറഞ്ഞു കൊടുക്കാത്തതാണ് എങ്ങനെ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം കോർപ്പറേറ്റ് വേൾഡ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഇമെയിൽ റൈറ്റിംഗ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്താണ് ഒരു മാനേജറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഓർ ഹൗ വിൽ മൈ കരിയർ പാത്ത് ലുക്ക് ലൈക്ക്, ഇതൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ കിട്ടുന്ന ജോലിക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫ്രഷേഴ്സിനെ കറക്റ്റായിട്ട് ഒരു കോർപ്പറേറ്റിലേക്ക് ഓൺബോർഡ് ചെയ്യാൻ നമ്മൾക്ക് ഈ ട്രെയിനിങ്സ് സഹായിക്കും. വേർ യു ആർ ടെല്ലിംഗ് ദം ഓക്കെ ദിസ് ഇസ് ഹൗ യു
എത്തിക്കലി ബിഹേവ്, അല്ലെങ്കിൽ ഇതാണ് ഒരു പ്രൊഫഷണലായിട്ട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക ഇൻ എ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ, ചില കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെ ഫോർമലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് വരും. പിന്നെ അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ എംപത്തി എന്നുള്ളൊരു കാര്യം, അത് ഭയങ്കര മിസ്സിംഗ് ആണ്. ബിക്കോസ് നമ്മൾ ഓൾവേസ് വി ആർ ഓൺ ആർ ഓൺ ഫോൺസ്. അപ്പം നമ്മൾ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്. അപ്പോൾ ഒരു ബാക്കിയുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിംഗ് എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അത് നമ്മൾ ശ്രമിക്കാറില്ല. ലൈക്ക് വി ഓൾവേസ് വാണ്ട് ടു ടോക്ക്, അവരെ ഒന്ന് ലിസൺ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, ഒന്ന് എംപത്തൈസ് ചെയ്യുക എന്നുള്ളൊരു ഇത് കംപ്ലീറ്റ് ആയിട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഒരു ബോണ്ടിങ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടീം ബിൽഡിംഗ് എക്സസൈസും ബോണ്ടിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വി ആർ ട്രൈങ് ടു ബ്രിങ് ദം ടുഗെദർ ആൻഡ് സോ ദാറ്റ് ദേ വർക്ക് ടുഗെദർ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സേയിങ് ഉണ്ട്, ദാറ്റ് ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് യു വാക്ക് അലോൺ, ഇഫ് യു വോണ്ട് ടു ഗോ ഫാർ യു വാക്ക് ടുഗെദർ. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള എങ്ങനെ ഒരു ടീം ബിൽഡിംഗ് പോകാം, ടീമിൽ എങ്ങനെ ട്രസ്റ്റ് കൊണ്ടുവരാം, ടീമിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്സ് ഒക്കെയാണ് കൂടുതലും കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ റെസ്യൂമേയുടെ കാര്യം പറഞ്ഞല്ലോ, റെസ്യൂമേ പ്രോപ്പർ ഹൗ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും നമ്മളിപ്പം ഈ പ്രേമലു സിനിമയിലൊക്കെ പറഞ്ഞ പോലെ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് പോലെയുള്ള റെസ്യൂമേ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് യുവർ റെസ്യൂമേ എന്ന് ചോദിച്ചാൽ ബീങ് എ പാർട്ട് ഓഫ് ദി കോർപ്പറേറ്റ് വേൾഡ് എന്താണ് പറയുക? ഈ റെസ്യൂമേ എന്ന് പറയുന്നത് നമ്മളെപ്പോലും കാണുന്നതിന് മുന്നേ നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെസ്യൂമേ. Maybe your first impression. Yeah, it is a first impression. അത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. നമ്മൾ ഒരു റെസ്യൂമേ ഒരാളുടെ ഹ്യൂമൻ ആയിൽ 2 seconds ആണ്, അത്രേ ഉള്ളൂ. 2 seconds മാത്രമേ കാണുള്ളൂ, അത്രേ ശ്രദ്ധിക്കുള്ളൂ. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ റെസ്യൂമേസ് എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ATS സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പോൾ ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആണ് സ്ക്രീൻ ചെയ്യുന്ന റെസ്യൂമേസിന്. അപ്പോൾ ആ റെസ്യൂമേസ് സ്ക്രീൻ ചെയ്യുമ്പം ഇപ്പോൾ 1000 പേര് ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം 10 പേരോ 12 പേരോ ആണ് ആകെ സെലക്ട് ആവുക. അപ്പോൾ അതെങ്ങനെ സെലക്ട് ആവണം എന്ന് പറഞ്ഞാൽ അത്രയും. അപ്പോൾ ഈ റെസ്യൂമേ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് അല്ല, അതൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും. ബിക്കോസ് നമ്മൾ വലിയ കോർപ്പറേറ്റ് ഒക്കെ ആകുമ്പോൾ 10,000 ആപ്ലിക്കേഷൻസ് ഒരാൾക്ക് ഇരുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസിക് സ്ക്രീനിങ് നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റണം, നമ്പർ 1. And that is where your resume becomes important. സോഫ്റ്റ്വെയറിനെ ബൈപ്പാസ് ചെയ്ത് അതൊരു ആളുടെ കയ്യിൽ എത്തുമ്പം ആൾക്കത് റെലവെന്റ് ആണ്. ഇത് ഈ ജോലിക്ക് ഇയാൾ ഗൈ എന്നുള്ളത് ഫീൽ ചെയ്യണമെങ്കിൽ അത് ഫീൽ ചെയ്യാൻ they will only spend about 2 to 5 seconds to take that decision. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കത് ക്യാച്ചി ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് വാട്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ടൂൾ എന്ന് മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് യുവർ പ്രൊഫൈൽ, ഹൗ യുവർ പ്രൊഫൈൽ യു ഹാവ് ബിൽഡ് യുവർ പ്രൊഫൈൽ. ഇപ്പം ഞാനിപ്പം കുട്ടികൾക്ക് നമ്മൾ കോളേജസിലൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോൾ പറയും, നിങ്ങളിപ്പോൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും നിങ്ങൾ ഡാൻസിന് പാർട്ടിസിപ്പേറ്റ് ഇതെല്ലാം നിങ്ങൾ റെസ്യൂമേൽ ആഡ് ചെയ്യൂ. ബിക്കോസ് ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞൊരു കോർപ്പറേറ്റ് വേൾഡിൽ അത് കാണിക്കുന്നത് മൾട്ടി ടാസ്കിങ് ആയിട്ടാണ്. ഇറ്റ്സ് എ റെലവെന്റ് സ്കിൽ, മൾട്ടി ടാലന്റഡ്, അത് മൾട്ടി ടാസ്ക്. സോ ബേസിക്കലി നമ്മൾക്കൊരു എക്സാമിന്റെ തലേ ദിവസം ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ഡാൻസ് കോമ്പറ്റീഷൻ, ദാറ്റ് ഈസ് മൾട്ടി ടാസ്കിങ്. ഓഫ് കോഴ്സ്, അതെ. അപ്പം ആ ഒരു സ്കില്ല് വേറൊരു നിവർത്തിയില്ല അത് പറയാൻ. അപ്പം കുട്ടികൾ ചോദിക്കും, ഡാൻസ് എന്തിനാണ് നമ്മൾ റെസ്യൂമേൽ? ഞാൻ പറയും അത് ആഡ് ചെയ്യൂ, അങ്ങനെയാണ് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് വരുള്ളൂ. ബിക്കോസ് ഇപ്പം ടാലൻറ്റ് നമ്മളിപ്പോൾ ChatGPT AI ഒക്കെ വന്നത് കൊണ്ട് നമുക്കൊരു ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു എൻജിനീയർ എന്നുള്ളതിനെ ഉപരി കുറച്ചും കൂടിയും ഈ സോഫ്റ്റ് സ്കിൽസ് ഉള്ള ആൾക്കാരെയാണ്, കുറച്ചും കൂടി ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെയാണ് കുറച്ചും കൂടിയും എംപ്ലോയേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നേരത്തെ നടത്താറുണ്ട്. ഇപ്പോൾ ആറ്റിറ്റ്യൂഡിലും അവർ ടെസ്റ്റ് നടത്തുന്നുണ്ട്. സോ ദാറ്റ് ഒരു എംപ്ലോയി ജോയിൻ ചെയ്ത് എത്ര നാളും നമ്മുടെ കൂടെ നിൽക്കും, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ്, മാനേജിങ് പ്രഷർ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. അതെല്ലാം നമുക്ക് കോളേജ് ടൈമിലും നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ പല ഇവൻറ്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു റെസ്യൂമേൽ.
other than your technical skills, you can also bring out these. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു പ്രൊഫൈൽ മാർക്കറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെസ്യൂമേ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാലം ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന ആളെന്ന രീതിയിൽ കോർപ്പറേറ്റ് വേൾഡിനെ കുറിച്ച് അതിൽ ഇപ്പം നമ്മൾ അത് ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത് അത്ര സിമ്പിൾ പരിപാടിയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പം അതിന് ഉൾപ്പെടെ ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങുന്നതും ഇപ്പോഴും അങ്ങനെ പ്രൊഫഷണൽ കോച്ചിങ്ങും ഒക്കെ ചെയ്യുന്നതും ഒക്കെ. അത് ടാക്കിൾ ചെയ്യാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരികയാണെങ്കിൽ എന്തൊക്കെയാ പറയാ? ഓക്കെ, സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെക്നിക്കലി അത്ര സൗണ്ട് ആയിട്ടുള്ളൊരു എംപ്ലോയി ഒന്നും ആയിരുന്നില്ല, ഒരു പ്രൊഫഷണൽ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇറ്റ് ഹാസ് കുറച്ച് സ്കിൽസ് ഹാസ് ഹെൽപ്പ് മീ ഗ്രോ ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഗ്രോ ഫാസ്റ്റ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഭയങ്കര ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്ന വേൾഡാണ്. നമുക്ക് AI ഉണ്ട്, ChatGPT ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം വൺ തിങ് ദാറ്റ് ഒരു പ്രൊഫഷണൽ നീഡ്സ് ഇസ് ദി എബിലിറ്റി ടു ലേൺ ഓർ ദി ആറ്റിറ്റ്യൂഡ് ടു ലേൺ. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങി ഞാനിത് പഠിച്ചു, ഞാനിത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നേരത്തെ മിഡ് ലൈഫ് ക്രൈസിസിൻ്റെ കാര്യം പറഞ്ഞു. ഒരു 10-15 കൊല്ലം ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ പഠിക്കാൻ വില്ലിങ് അല്ല. അപ്പോൾ ദെൻ യു ബിക്കം റിഡൻഡൻറ്റ്. നമുക്ക് ഒരു റെലവൻസ് നഷ്ടപ്പെടും, ഒരു ഗ്രോത്ത് ഇല്ലാതെ വരും. ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. സോ ഐ തിങ്ക് ആറ്റിറ്റ്യൂഡ് ടു ലേൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് ഐ തിങ്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻസ് ചാലഞ്ച് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഓണർഷിപ്പ് എടുക്കുന്നില്ല എന്നുള്ളത്. അതായത് നമ്മളൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് പ്രോബ്ലി അറിയണമെന്നില്ല, ബട്ട് ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് ആൻഡ് ഐ വിൽ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ഗിവ് ഇറ്റ് ടു യു എന്ന് പറയാൻ കോൺഫിഡൻസ് ഉള്ള എംപ്ലോയീസ് കുറവാണ്. ഒരു ഓണർഷിപ്പ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് കുറവാണ്. അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ആർ ടാലൻറ്റഡ് ഓർ എല്ലാം അറിഞ്ഞിട്ടാവണമെന്നില്ല. ഫിഗർ ഔട്ട് ചെയ്ത് അത് ശരിയാക്കാൻ പറ്റുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയുള്ള എംപ്ലോയീസ് ട്രസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. ഇപ്പം നമ്മൾ പറയും പണി ചെയ്യുന്നവന് പണി കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയും. ബിക്കോസ് അവരെയാണ് ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്ത് അവർ തന്നെ കയറിപ്പോവും. അങ്ങനെയാണ്. സോ ഓണർഷിപ്പ് അക്കൗണ്ടബിലിറ്റി, നമുക്കൊരു കാര്യം റിലയബിൾ ആയിട്ട് എംപ്ലോയറിന് നിങ്ങളെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കാം. എംപ്ലോയർ മാത്രമല്ല, കൊളീഗ്സ്, പിയേഴ്സ്, എല്ലാവർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പം 1-on-1 കോച്ചിങ് ചെയ്യുമ്പം മിസ് ചെയ്യുന്ന ഒരു കാര്യം എംപത്തിയാണ്. അതായത് ഒരു ഭയങ്കര പ്രശ്നമാണ്, എസ്പെഷ്യലി ഇൻ ദ ജെൻസി വർക്ക് ഫോഴ്സ്, ഒരു ലോൺലിനെസ്. നമ്മളിപ്പോൾ വർക്കിന് പോയാലും ആൾക്കാർ ഭയങ്കര ലോൺലിയാണ്. നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ ആൾക്കാരില്ല. നമ്മളാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ പിന്നെ മിണ്ടില്ല, അത് റിസോൾവ് ചെയ്യാൻ ഒരു അറ്റംപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് സംസാരിച്ച് തീർക്കാം എന്നുള്ളൊരു ഇതില്ല. അത് പോണെങ്കിൽ പോട്ടെ എന്നുള്ള. അപ്പോൾ ദെൻ യു ബിക്കം ലോൺലി, യു ബിക്കം ഓൺ യുവർ ഓൺ. അപ്പോൾ ദെൻ ഇറ്റ് ഗ്രോസ് ഓൺ യു ആൻഡ് യു ബിക്കം ഹെൽത്തിനെ എഫക്റ്റ്. അപ്പോൾ അതെല്ലാം ഇപ്പം ഈവൻ റിലേഷൻഷിപ്സിലും ഒക്കെ അതൊരു പ്രശ്നമാണ്. നമ്മൾ വർക്കിൽ മാത്രമല്ല, ഈവൻ ഇൻ യുവർ പേഴ്സണൽ ലൈഫ്, നമ്മൾ റിലേഷൻഷിപ്സിലും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ അത് സംസാരിച്ച് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു എംപത്തിയുടെ ഭാഗമാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ ഒരു ഗ്രോയിങ് യുവർ കരിയർ. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ബേസിക്കലി ഇപ്പം ആദ്യം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ 2 ടൈപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്ന് വർക്ക് ഇസ് വർക്ക്, പേഴ്സണൽ ലൈഫ് വേറെ. ഇതല്ലാണ്ട് ഇത് രണ്ടും മാറ്റി നിർത്താൻ പറ്റാത്ത, ഇപ്പോൾ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് ജോലിയെ ബാധിക്കുന്ന ആൾക്കാരുണ്ട്. വിച്ച് ഇസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഓക്കെ? ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയിലായിരിക്കും, അതുകൊണ്ട് എനിക്ക് അതേ പറയാൻ പറ്റില്ല. പക്ഷേ വാട്ട് ഐ ഹാവ് ഫെൽറ്റ്, മഞ്ജു, ഇസ് ദാറ്റ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് ഓരോരുത്തരും ഡെഫിനിഷൻ വേറെയാണ് ഓരോരുത്തർക്കും. ഇപ്പം നമ്മൾ അതായത് ഇപ്പോൾ ആസ് എൻ ഓൺട്രപ്രന്യൂർ നമുക്ക് കുറേ ടൈം കിട്ടണം എന്നില്ല ഫാമിലിയുടെ കൂടെ, നമുക്ക് കുറച്ചും കൂടി വർക്ക് ആയിരിക്കും. പക്ഷേ വെൻ യു ആർ വിത്ത് യുവർ ഫാമിലി, ആർ യു ഫുള്ളി പ്രസൻറ്റ് എന്നുള്ളതിലാണ് കാര്യം. അതുപോലെ വെൻ യു ആർ അറ്റ് വർക്ക്, ഫിസിക്കലി പ്രസൻറ്റ് അല്ല, മെൻ്റലി ഓൾസോ ആർ യു ഫുള്ളി പ്രസൻറ്റ് അറ്റ് വർക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 12 മണിക്കൂറിൻ്റെ ജോലി നമുക്ക് 8 മണിക്കൂറിൽ തീർക്കാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ ലൈഫിലാണെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണോ അതോ കുട്ടികളുടെ കൂടെ ഫുള്ളി പ്രസൻ്റ് ആണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ കുട്ടികൾ രാവിലെ എണീക്കുന്ന ടൈമും രാത്രി ഗുഡ് നൈറ്റ് പറയുന്ന ടൈമുമാണ് എനിക്ക് അവരുടെ കൂടെ കറക്റ്റായിട്ട് കിട്ടുന്നത്. അതിൽ ഇപ്പോൾ അരമണിക്കൂർ 1 hour കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ ദാറ്റ് ടൈം ഇസ് ലൈക്ക് ഫുള്ളി പ്രസൻറ്റ്. ഇനി എങ്ങനെയാണ് നമ്മൾ അത് ഫുള്ളി പ്രസൻ്റ് ആണോ ഇല്ലയെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒരു വർക്കിൽ നിന്ന് നമ്മൾ എത്ര കൂടുതൽ വർക്കാണെങ്കിലും നമ്മൾ വർക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പം യു ഷുഡ് ഫീൽ എനർജൈസ്ഡ്. നമുക്ക് എനർജി ഉള്ളതുപോലെ തോന്നണം, ഓർ നമുക്ക് ഇനിയും ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരണം. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ലൈഫിലും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ യു ഷുഡ് ഫീൽ ദാറ്റ് യുവർ എനർജി യു ഗെറ്റിംഗ് എനർജി ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ലൈക്ക് യു ക്യാൻ ഡൂ മോർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനാണ്. യൂഷ്വലി നമ്മളിപ്പോൾ ഒരു വർക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര എനർജി ഡിപ്ലീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ പിന്നെ നമുക്ക് പേഴ്സണൽ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അപ്പോൾ എനർജി ഡെറൈവ് ചെയ്യുക എന്നുള്ളതാണ് വർക്ക് ലൈഫ് ബാലൻസിന്റെ ഒരു ഇറ്റ്സ് അപ് ടു യു അല്ലേ, ഒരു ഡിപ്പെൻഡ്സ് ഓരോ ആളുകൾ ഹൗ യു പ്രയോറിറ്റൈസ് വാട്ട് യു പ്രയോറിറ്റൈസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം എന്നുള്ളതാണ്. ഞാനൊരു ഓൺട്രപ്രണർ ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എംപ്ലോയി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉഡാൻ്റെ അടുത്തേക്ക് വന്നാൽ, ഒരു ഹെൽപ്പിന് വന്നാൽ, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം ഒരു സ്ക്രീനിങ് ചെയ്യോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? അപ്പോൾ നമ്മളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആണെന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ പ്രോഗ്രാംസ് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഫൗണ്ടേഴ്സ് കോച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് നമ്മൾ 1-on-1 ഫൗണ്ടേഴ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ. അവിടെ നമ്മൾ ഫൗണ്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ്, അവരുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അവരുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അവർക്ക് ടീംസിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, പിന്നെ അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ ഓർഗനൈസേഷൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, അങ്ങനെയുള്ള കോച്ചിങ് 1-on-1 കോച്ചിങ്സ് ആണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ അതൊന്ന് കുറച്ചും കൂടിയും ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പം നമ്മളൊരു ലീഡർഷിപ്പ് കോച്ചിങ് എന്ന് പറയും. അതിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഓർഗനൈസേഷൻസ് ആർ ചേഞ്ചിങ്. അപ്പോൾ അതിനകത്ത് ചേഞ്ച് എങ്ങനെ നമുക്ക് ഹൗ യു ആക്സെപ്റ്റ് ചേഞ്ച് ആൻഡ് ഹൗ യു എംബ്രേസ് പീപ്പിൾ ടു ആക്സെപ്റ്റ് ദാറ്റ് ചേഞ്ച് എന്നാണ്. ബിക്കോസ് ചേഞ്ച് വരുമ്പോൾ ഒരുപാട് റെസിസ്റ്റൻസ് വരും. അപ്പം അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിമോട്ട് വർക്കിന്ന് തിരിച്ച് റിട്ടേൺ ടു ഓഫീസ് ഒരു പോളിസി വന്ന് അതിന് ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എങ്ങനെ എംപ്ലോയീസിനെ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഒരു ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം. നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, നമുക്ക് മാനേജ്മെൻറ്റ് ഉണ്ടാവും, നമുക്ക് വേറെ ക്രോസ് ഫങ്ഷണൽ ടീംസ് ഉണ്ടാവും. അവരായിട്ട് എങ്ങനെ കൊലാബറേറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ട്രെയിനിങ്സാണ് ലീഡർഷിപ്പ് ട്രെയിനിങ്സിൽ കൊടുക്കുന്നത്. എംപ്ലോയീസ് പ്രൊഫഷണൽസിന് വരികയാണെങ്കിൽ കുറച്ചും കൂടി അവരെ അവരുടെ ട്രൂ പൊട്ടൻഷ്യലിൽ എത്തിക്കാനായിട്ടുള്ള എന്തൊക്കെയാണോ അവരുടെ ഇപ്പോഴത്തെ ഗ്യാപ്സ് അത് ഫുൾഫിൽ ചെയ്ത് അവരെ അവരുടെ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാനുള്ള ട്രെയിനിങ്സ് ആണ് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്സ് ആവാം, കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്സ് ആവാം, ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ എറ്റിക്കറ്റ് ട്രെയിനിങ്സ് ആവാം, ടീം ബിൽഡിംഗ്, അവർക്ക് ടീമിൽ പെർഫോം ചെയ്യാനുള്ള ടീം എഫക്റ്റീവ്നെസ് ട്രെയിനിങ്സ് ആവാം. അങ്ങനെയുള്ള ട്രെയിനിങ്സ് ആണ് പിന്നെ പ്രൊഫഷണൽസിന് വേണ്ടി കൊടുക്കുന്നത്. ഫൈനലി നമ്മളത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിരിക്കുന്ന ആളുകളോട് അബൌട്ട് ദി കോർപ്പറേറ്റ് വേൾഡ് അല്ലെങ്കിൽ അബൌട്ട് ഉഡാൻ, അബൌട്ട് അയന എന്താണെന്ന് വെച്ചാൽ പറയും. ഓക്കെ. അപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എൻജിനീയറിംഗ് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞു, നമുക്ക് കുറച്ച് ജോലികളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ജോലി ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആ ജോലിക്ക് കയറേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ബയോളജി ഇഷ്ടമാണെങ്കിൽ ഞാൻ ഡോക്ടർ മാത്രമല്ല ആവുക, എനിക്ക് ബയോടെക്നോളജിയിൽ എന്തെങ്കിലും ചെയ്യാം, എനിക്ക് ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാം, എനിക്ക് AI വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ ഭയങ്കര ഓപ്ഷൻസ് വൈഡാണ്. അതുകൊണ്ട് നമ്മളൊരു കരിയറിലേക്ക് കയറാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഒരു ഓൺട്രപ്രണർ ആവാൻ നോക്കുമ്പോൾ ഫസ്റ്റ് വാട്ട് യു ഷുഡ് ഡു ഇസ് നമ്മളുടെ ഒരു പാഷൻ എന്താണ് റിയലൈസ് ചെയ്യുക, പാഷൻ കണ്ടുപിടിക്കുക. പാഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ യു ഗുഡ് അറ്റ്, വാട്ട് ആർ യുവർ സ്ട്രെങ്സ്, വാട്ട് ആർ യുവർ സ്കിൽസ്, അത് നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മൾ ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു പേർപ്പസ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ആം ഐ ഡൂയിങ് സംതിങ് മീനിങ് ഇസ് ഇറ്റ് ഹെൽപ്പിംഗ് അതേഴ്സ് എന്നുള്ളൊരു സംഭവം. നേരത്തെ പണ്ട് അത് പറ്റില്ലായിരുന്നു. ബിക്കോസ് വാട്ട് എവർ വി ആർ ഡൂയിങ് അത് ചിലപ്പോൾ മീനിങ് ഫുൾ ആവാതിരിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് യു ക്യാൻ ഡൂ സംതിങ് മീനിങ് ഫുൾ ദാറ്റ് ഈസ് ഇമ്പാക്റ്റിംഗ് അതേഴ്സ്. അവിടെ ആകുമ്പോൾ മാത്രമാണ് നമുക്കൊരു ലോങ് ടേം കരിയർ
സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോ അലോങ് വിത്ത് വാട്ട് യു എൻജോയ് ആൻഡ് വാട്ട് യു ലൈക്ക് ഡൂയിങ്, ഓൾസോ ഡിസ്കവർ യുവർ പേർപ്പസ് ഇൻ ലൈഫ് എന്നുള്ളതാണ്. ഡിസ്കവർ യുവർ പേർപ്പസ്. ആൻഡ് എങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു ഉഡാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കോച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്നൊരു വിദ്യയാണ്. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ആണ് ശരിക്കും ഉഡാനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഐ തിങ്ക് എവറി ഇൻഡിവിജ്വൽ ഷുഡ് സ്പെൻഡ് സം ടൈം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ പേർപ്പസ് ഇൻ ലൈഫ്, വാട്ട് ആർ യുവർ പാഷൻ, ആൻഡ് അതിലൊരു പ്രൊഫഷൻ കണ്ടെത്തുകയാണെങ്കിൽ, ആൻഡ് ഇഫ് ദാറ്റ് സ്റ്റാർട്ട്സ് പേയിങ് യു വെൽ, ദെൻ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. അപ്പോൾ അത് പറയുന്നത് ഞാൻ ഇക്കിഗായ് ഓഫ് കരിയർ എന്നാണ് അതിന് പറയുന്നത്. ആൻഡ് അപ്പോൾ ഇക്കിഗായ് എന്ന് പറയുന്നത് ബേസിക്കലി യു സീ വാട്ട് യു ആർ ഗുഡ് അറ്റ്, what are your strengths, what is it that you enjoy, what is it that you value the most, and then what is it that you can pay well. ഇതെല്ലാം കൂടി വരുന്നതാണ് ഇക്കിഗായ്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഇക്കിഗായ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം അല്ലേ? ഉഡാനാണ് സഹായിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽസിനെയും ഓൺടർപ്രണേഴ്സിനെയും എംപ്ലോയേഴ്സിനെയും അങ്ങനെ ഹൂഎവർ ഇറ്റ് ഈസ് കരിയറിൽ ട്രബിളിൽ നിൽക്കുന്ന ആളുകളെ ഇനിയും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യൂ, ആൻഡ് ദസ് യു ബി ഹാപ്പി. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.